വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതും ഇപ്പോൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാണിച്ച് നോക്കാം. Hidden depth, temptation, journey, inner child. Bottom of the deck, protect your dreams ആണ് വന്നിരിക്കുന്നത്. Ten of Pentacles, Death, Queen of Swords, Two of Cups, ഇത് താഴെ പോയ കാർഡാണ്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് വോൺസ്, സെവൻ ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് വോൺസ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ അതുപോലെ തന്നെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് വലിയ വലിയ ഡ്രീംസൊക്കെ ആയിരിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടിലുള്ള ആൾക്കാരുണ്ടാവും. ഒരിക്കലും അത് വിട്ട് കളയരുത്. അതിനെ ചേർത്ത് പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഡ്രീംസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് പുറത്തും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളെ കൊണ്ട് വിഷ്വൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. ബട്ട് ആ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഡൗട്ട് വരുമ്പോഴാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ആ ഡ്രീംസ് ഒന്നും നമുക്ക് മാനിഫെസ്റ്റ് ആകാത്തത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാതെ നിങ്ങൾ ആ ഒരു കാര്യത്തെ നെഞ്ചോട് ചേർത്ത് വെക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് എത്ര വലിയ ഡ്രീംസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു തരി സംശയമില്ലാതെ നിങ്ങൾ ആ ഒരു ഡ്രീം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴായാലും മാനിഫെസ്റ്റ് ആവും. കാരണം അതങ്ങനെയാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് അവിടെ ഒരു ഡൗട്ട് വരുമ്പോഴാണ് നമ്മളിലേക്ക് ഒന്നും വരാതെ അതിനൊരു സ്റ്റക്കായി പോകുന്നത്. അവിടെ അതിന് ബ്ലോക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ ഡൗട്ടിങ് മൈൻഡാണ്. അവിടെ ഒരു സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീംസ് എന്ത് തന്നെ ആയാലും അത് വിട്ട് കളയാതെ, എത്ര വലിയ സ്വപ്നമാണെങ്കിലും അത് വിട്ട് കളയാതെ അത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരിക്കൽ പോലും അതിലൊരു ഡൗട്ട് വരാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സീക്രട്ടൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ബ്ലോക്കാണ്. കാരണം അവിടെ നിങ്ങൾ അതിനെ ഒരു ബ്ലോക്ക് നിങ്ങളായിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് റിലീസ് ചെയ്തിട്ട് വിടാനാണ് പറയുന്നത്. ആരോടെങ്കിലും, വിശ്വാസമുള്ള ആരോടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് ഷെയർ ചെയ്യാം. അതുവഴി നിങ്ങൾ അവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഫ്രീ ആവുമ്പോഴാണ് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ഫ്രീ ആവുമ്പോഴാണ് നമ്മളിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവാം, എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് മാറ്റുക. പിന്നീട് അതിലൊരു കുറ്റബോധം തോന്നിയിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഒരു ക്രേവ് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്തിപ്പെടാത്ത കാര്യം ആയിരിക്കാം, ബട്ട് എന്നാലും നിങ്ങളത് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തിനോടാണോ നിങ്ങൾക്ക് ഒരു അടങ്ങാത്തൊരു ക്രേവ് തോന്നുന്നത് അത് നിങ്ങൾക്ക്
എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കാം. അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതിന് ഇറങ്ങി പുറപ്പെടാനുള്ളൊരു പേടിയാണെങ്കിൽ അതൊരു നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഫിയർ മാത്രമാണ്. കാരണം നിങ്ങൾക്കിവിടെ ഒരുപാട് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലായ്ക കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡ്രീംസൊക്കെ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടിങ് എനർജി നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ മെയിനായിട്ട് വന്നിരിക്കുന്ന ബ്ലോക്ക്. പിന്നെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്, അത് ജസ്റ്റ് റിലീസ് ചെയ്തിട്ട് വിടാനാണ് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഉള്ളിലെ ഹിഡൻ സീക്രട്ട് റിലീസ് ചെയ്യണം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതും മാറ്റണം. പിന്നെ നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വരണം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പുതിയൊരു വേർഷനിലോട്ടേക്കാണ്. അതാണ് ഇപ്പോൾ ഒരു പ്രിപ്പറേഷൻ ടൈമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈം എന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവും. ഇന്നർ ചൈൽഡ് ഹീലാവാൻ വേണ്ടി ചെയ്യേണ്ട പ്രാക്ടീസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വേർഷൻ തന്നെ കംപ്ലീറ്റ് ഒരു ന്യൂ വേർഷനിലോട്ടേക്ക് മാറും. നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അവിടെ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, യോഗ ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റാത്ത ആൾക്കാരെക്കുറിച്ച്. അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഫ്രീ ആവുമ്പോൾ നിങ്ങളിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങളൊക്കെ വരും. കാരണം അവിടെ നിങ്ങളുടെ ബ്ലോക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു മുതിർന്നവർ പറയുന്നത് നിങ്ങളധികം മുഖവുരയ്ക്ക് എടുക്കുന്നുണ്ടാവില്ല. അവർക്കധികം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവില്ല. അവരെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങൾ വേണ്ടാന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്നുണ്ടാവാം. അതിനത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. ബട്ട് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് അവരിലൂടെ എന്തോ ഒരു കാര്യം കിട്ടാനുണ്ട്. പൂർവികമായിട്ട് കൈമാറി വന്ന എന്തെങ്കിലും രഹസ്യങ്ങളായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കൈമാറി കിട്ടാനുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിലെ മുതിർന്ന ഒരു ലേഡീൻ്റെ അടുത്ത് നിന്നാണ് അത് കിട്ടാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിങ്ങൾ എത്രത്തോളം മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കുന്നുണ്ടോ, എത്രത്തോളം മുതിർന്നവരെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പൂർവികമായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു കൈ മുതലായിട്ട് വരും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ബിക്കോസ് അങ്ങനെ തലമുറകളായിട്ട് എന്തെങ്കിലും കൈമാറി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി കൈമാറി കിട്ടേണ്ടത് നിങ്ങൾക്കായിരിക്കാം. അപ്പം അത് ചില ഇൻഫോർമേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം. എന്ത് തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കണം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. അതിനൊരു വാല്യൂ കൊടുക്കണം, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പം പഴയ ആളല്ലേ എന്ന് വിചാരിച്ച് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കരുത്. അവർ പറയുന്നതിലും ഒരു കാര്യമുണ്ട് എന്ന് കരുതി അവർക്ക് വേണ്ട പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങളും ആ ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ സംഭവിക്കുമ്പോൾ അവിടെ നിങ്ങളിലേക്ക് വരേണ്ട പൂർവികമായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളെ ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് അവിടെ ഫ്രീഡമാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി കിട്ടും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ എന്തെങ്കിലും ചീറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച ആൾക്കാരുണ്ട്, ഉപേക്ഷിച്ച് പോയ ആൾക്കാരുണ്ട്, ബ്രേക്കപ്പിലുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്ന ഒരു റിലേഷനിലോട്ടേക്ക് കണക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഇതെങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരോടുള്ള ബഹുമാനം അതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളിലേക്ക് മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്കുള്ള നല്ലൊരു റിലേഷൻ വരും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലോട്ടേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവാൻ പോകുന്നത്. ആ ഒരു ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യത്തിലായിരിക്കും നിങ്ങൾ പോയി കണക്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യമായിരിക്കാം, ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഒരു ക്രേവ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള കാര്യമാണെങ്കിൽ ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ആ ഒരു കാര്യം നിങ്ങളെ നല്ലതിലോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ നോർത്ത് നോഡാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോർത്ത് നോഡിലാണ് ശരിക്കും നമ്മുടെ സെൽഫ് ഉള്ളത്, നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു അസ്തിത്വം ഉള്ളതെന്ന് വെച്ചാൽ ഈ നോർത്ത് നോഡിലാണ്. നിങ്ങൾ അവിടേക്ക് കണക്റ്റ് ആവുന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്.
നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ടെൻഡൻസി, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനിവേശം, പാഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ആരെയോ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. അതൊക്കെ നിങ്ങൾക്ക് മോശമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് അങ്ങനെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി യാതൊരു തരത്തിലും ഉപകാരപ്പെടുന്നില്ല. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഈ ചേസിങ്ങിലും സ്പൈങ് വർക്കിലൊക്കെയാണ് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ പല ആൾക്കാരും വ്യക്തികളെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമായിരിക്കാം, വസ്തുക്കളായിരിക്കാം, എന്തിനേയോ വല്ലാതെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒരു തരത്തിലും വിടില്ല എന്ന് കരുതി അത്ര തന്നെ ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും ഇത് എനിക്ക് തന്നെ വേണം എന്നുള്ള രീതിയിൽ പലതും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് റിലീസ് ചെയ്ത് വിടണം. നിങ്ങളവിടെ നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളായിട്ട് നിങ്ങളുടെ നല്ല യോഗങ്ങളും എല്ലാം തടസ്സപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവ യോഗത്തിലുള്ള കാര്യം വരുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലോട്ടേക്കാണ് കണക്റ്റ് ആവാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വരുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ കാണിച്ചതെന്ന് വെച്ചാൽ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കുക, പ്രത്യേകിച്ചും ലേഡീസിനെ ബഹുമാനിക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള സ്ത്രീകളെ, ഒരു 50+ 60+ ഒക്കെയുള്ള ആൾക്കാരെ നന്നായിട്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങളിലൊരു വാല്യൂ കൊടുക്കണം. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഓപ്പണായി കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഒരു കാര്യം ഓപ്പണായി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.